ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഓ, ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? Baya ഉമ്മ. അയ്യോ വേണ്ട പൊക്കോ. ഹായ്. പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ലൈക്ക്? ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ വീക്കെൻഡും അധികവും മിക്കവാറും പുറത്ത് പോവാറുണ്ട്. എപ്പോഴും ഇങ്ങനെ ഉള്ളിൽ തന്നെ ഇരുന്നാലും എങ്ങനെയാണെന്ന് വെച്ചിട്ട്. അങ്ങനെ ഇന്ന് പോകുന്നത് ഐൻഹംബ്രാലോട്ടാണ്. ഇങ്ങനെ തിരക്കുകളുള്ള സ്ഥലങ്ങളിലോട്ടും മാളിലോട്ടും അങ്ങനെയൊക്കെ പോകുന്നതിലേറെ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കാനാണ്. അതാകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്, ഒരു റിലാക്സിങ് ആണ്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ് ഐൻഹംബ്രാൻ. ഇവിടെ അടുത്ത് തന്നെയാണ്, നല്ലൊരു സ്പോട്ട്. എപ്പോഴും അധികം പോകുന്ന പോലെ തന്നെ മലകളും പുഴയും, പുഴയല്ല മലകളും ചെറിയൊരു വാട്ടർ പോണ്ടൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്ഥലം. അധികം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ പോകുന്നതുകൊണ്ട് പൊതുവേ നമ്മൾ സലാല സെയിം കേരള പോലെയാണ് എന്നുള്ള ഒരു ധാരണയുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ചിലപ്പോൾ വിചാരിക്കും. പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പോകാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പോകും. പക്ഷെ അല്ലാത്ത ഏരിയയുമുണ്ട്, അല്ലാതെ നല്ല അടിച്ചു പൊളിക്കാനും നല്ല ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സിറ്റി വൈബും ഉണ്ട്. പക്ഷെ സിറ്റി വൈബിലേറെ ഇങ്ങനെ പോകുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങോട്ടും പോവാം എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോഴും, പിന്നെ ചിലപ്പോൾ ഒരു ഷോപ്പിംഗ് ഒക്കെ തോന്നുമ്പോഴും, അങ്ങനെയൊക്കെ കുറച്ചുകൂടെ നമുക്കൊരു എക്കണോമിക് ഫ്രണ്ട്ലി, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് പോകാൻ എപ്പോഴും നല്ലത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ കുറച്ച് നല്ല രസമാണ്. കുറച്ച് കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നന്നായി ഇൻഹേൽ എക്സേൽ ചെയ്യാം. നല്ല കുറച്ചൊരു ഫ്രഷ് എയർ, അതാണ് മെയിൻ. പിന്നെ കാമായിട്ടിരിക്കാം, നമുക്ക് ഫാമിലിയോട് കൂടെ നമുക്കൊരു പ്രൈവറ്റായിട്ട് നേരെ കുറച്ച് എൻജോയ് ചെയ്തിരിക്കാം. ഇങ്ങനെ വെള്ളമൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു റിലാക്സിങ് ഫീല് തോന്നും. ഇതിൻ്റെ ബാക്കിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഒരു റോഡ് പോലെ കാണുന്നുണ്ട്. ആ ഹില്ലി ഏരിയയിലോട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു വഴിയായി തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് അത്ര റിസ്ക് എടുത്തില്ല. അത്രയും പോയി കഴിഞ്ഞാൽ ഒന്നാമത് സൺസെറ്റും പോവും, പിന്നെ ഇവിടെ കുറച്ച് നല്ലൊരു വ്യൂ ആയിട്ട് തോന്നി. അതിൻ്റെ മുകളിൽ കയറി ചിലപ്പോൾ നല്ലൊരു കാറ്റും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ പൊതുവേ കുറച്ച് തണുത്ത കാറ്റുണ്ടല്ലോ, അതുകൊണ്ട് നല്ല ഏരിയയായിരുന്നു. ഏകമോളൊരു ട്രിക്കാണ് ഈ കാണുന്നത്. എന്തെങ്കിലുമൊക്കെ പെറുക്കിക്കൊണ്ട് നടക്കണം. അത് സമ്മതിച്ചില്ല, നമ്മൾ ചവിട്ടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങ് വലിച്ച് അവിടെ നിന്നൊക്കെ മാറ്റണം, എന്നിട്ടത് പോയി എടുക്കും. അങ്ങനെയൊക്കെയുള്ളൊരു കുരുത്തക്കേട് കുറച്ചുണ്ട്. ഈവനിങ് ഫുള്ള് അവിടെ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഒന്ന് എല്ലായിടും നടന്നിട്ടും പിന്നെ കുറച്ച് നേരം ഫുട്ബോൾ കളിച്ചിട്ടും, ബോളാണ് നമ്മൾ മെയിൻ. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെയുള്ള ചെറിയൊരു വാട്ടർ പോണ്ടാണ് ഇത്. നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള വാട്ടർ, പക്ഷെ അത്ര ആഴായിട്ടൊന്നുമില്ല. പക്ഷെ ഇറങ്ങാനൊന്നും പറ്റില്ല, അട്ടയുടെ ശല്യമുണ്ട് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ നിന്നു. നല്ല ഭംഗിയുണ്ട്.
അതെല്ലാം കഴിഞ്ഞിട്ട് പാർക്കിലോട്ട് പോയി. പാർക്കിൽ കുറച്ച് കൂടുതൽ നേരം ഇരുന്നു. ഇവർക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് വൈബ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് തനം പറഞ്ഞ് ചില്ല് ചെയ്ത്. അങ്ങനെ ഡിന്നർ അത്ര ഹെവി അല്ലാത്ത സ്റ്റൊമക്കിനൊരു സന്തോഷം കൊടുക്കുന്ന തരത്തിലുള്ളൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീർന്നിരിക്കുന്നു. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.